ഹായ്, ഞാൻ ദീപ. അപ്പോൾ ഒരു പുതിയ ശീലം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തേന്ന് പറയുന്നത് എന്തൊക്കെ ശീലങ്ങളാണ് നിങ്ങൾക്ക് ഉള്ളത്, എന്തൊക്കെ ശീലങ്ങളാണ് നിങ്ങൾ ഇനി ആഡ് ഓൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പിന്നെ എന്തൊക്കെ ശീലങ്ങളാണ് ബാഡ് ഹാബിറ്റ്സ് എന്തൊക്കെ നിങ്ങൾക്ക് മാറ്റണം എന്നുള്ളതിനെ പറ്റിയിട്ടൊരു ലിസ്റ്റ് ഉണ്ടാക്കുവാണ് ആദ്യത്തെ കാര്യം. എല്ലാ സമയത്തും പറയണ പോലെ തന്നെ നമ്മൾ ഇപ്പം ഇരിക്കുന്ന ഒരവസ്ഥയുടെ ഒരു അവയർനെസ് ആണ് എന്ത് ഒരു മാറ്റത്തിലേക്ക് പോകണമെങ്കിലും നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. അത് ഹാബിറ്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഏതൊരു കാര്യത്തിലും. ഇപ്പം നമ്മൾ എന്തെങ്കിലും പഠിക്കാൻ പോവുകയാണെങ്കിൽ പോലും നമ്മളിപ്പം നിൽക്കുന്ന ഒരവസ്ഥ എന്താണ്, ഇതിലെന്താണ് കൂടുതൽ കൊണ്ടുവരേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യം ചെയ്തു നോക്കേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ഹാബിറ്റ്സിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കണം, അല്ലെങ്കിൽ ലിസ്റ്റ് തയ്യാറാക്കണം എന്ന് പറയുന്നത്. ഈ അടുത്തെന്ന് പറയുന്നത് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഹാബിറ്റിന് ഒരു കൃത്യമായ ഒരു സമയവും ഒരു സ്ഥലവും ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ്. സേ ഫോർ എക്സാമ്പിൾ, നമ്മൾ രാവിലെ എക്സസൈസ് ചെയ്യണം. ഞാൻ ഇനി തൊട്ട് അങ്ങോട്ട് എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യും എന്ന് പറയുന്നതിനെക്കാട്ടിലും ഞാൻ ഇനി തൊട്ട് എല്ലാ ദിവസവും, ഇപ്പം ഞായറാഴ്ച ഒഴികെ, ഇപ്പം നിങ്ങൾ ഞായറാഴ്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് 15 മിനിറ്റ് ഞാൻ സൈക്കിൾ ചവിട്ടും, അല്ലെ 15 മിനിറ്റ് ഞാൻ വർക്കൗട്ട് ചെയ്യും, അല്ലെങ്കിൽ 30 മിനിറ്റ് ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യും, ഫ്ലോർ എക്സസൈസ് ചെയ്യും. അങ്ങനെയൊക്കെ സ്പെസിഫിക് ആയിട്ട് ഒരു സമയവും എത്ര നേരം എടുക്കും, എവിടെ വെച്ചാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ഇനി അടുത്തെന്ന് പറയുന്നത് ഹാബിറ്റ് സ്റ്റാക്കിംഗ് എന്നാണ് പറയുന്നത്. അതായത് നമുക്കിപ്പോൾ ഓൾറെഡി ഉള്ള ഒരു ഹാബിറ്റ്, അതായത് നമ്മൾ നോർമലി ആരുടെയും ഇതൊന്നുമില്ല, നമ്മൾ ഓട്ടോമാറ്റിക്കലി ചെയ്തു പോകുന്ന ഒരു ഹാബിറ്റിനോടൊപ്പം നമ്മളുടെ പുതിയ ഹാബിറ്റിനെ അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ് ഹാബിറ്റ് സ്റ്റാക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ രാവിലെ എണീറ്റാൽ പല്ല് തേച്ച് കഴിഞ്ഞാൽ ഉടനെ ഞാൻ എക്സസൈസ് ചെയ്യും, അല്ലെങ്കിൽ രാവിലെ വൈകിട്ട് നമ്മൾ ഡിന്നർ കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ പാത്രം കഴുകി കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്തിടും എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഡിന്നർ കഴിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി ഉള്ള ഹാബിറ്റാണ്, അതിപ്പോൾ ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. രാവിലെ എണീറ്റ് ബ്രഷ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി സെറ്റായിട്ടുള്ളൊരു ഹാബിറ്റാണ്. അപ്പോൾ ആ ഹാബിറ്റിനോടൊപ്പമാണ് നമ്മൾ എക്സസൈസ് കൊണ്ടുവരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് നമ്മളിപ്പോൾ ഓഫീസിൽ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഡ്രസ്സ് മാറിയാൽ ഉടനെ ഞാൻ വർക്കൗട്ട് തുടങ്ങും എന്ന് പറയുന്നത്, അതായത് നമ്മളുടെ ഇപ്പോൾ ഉള്ള ഹാബിറ്റിനോടൊപ്പം പുതിയൊരു ഹാബിറ്റ് അറ്റാച്ച് ചെയ്യണം. അപ്പം ഹാബിറ്റ് സ്റ്റാക്കിംഗ് എന്നാണ് അതിന് പറയുന്നത്. അങ്ങനെ നമ്മൾ പുതിയ ഹാബിറ്റിനെ ഡിഫൈൻ ചെയ്യാം. ഇനി അടുത്തെന്ന് പറയുന്നത് നമ്മളുടെ സാഹചര്യങ്ങൾ നമ്മളുടെ പുതിയ ഹാബിറ്റ് ഫോം ആവാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റുക. അതായത് ഇപ്പം നിങ്ങൾക്ക് വെള്ളം കുടിക്കണം എന്നുള്ളതാണ്, നിങ്ങൾ വെള്ളം തീരെ കുടിക്കുന്നില്ല. അപ്പോൾ വെള്ളം കുടിക്കണമെന്ന് നമ്മൾ പുതിയൊരു ശീലം കൊണ്ടുവരണം എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അത് നമ്മുടെ കൺമുന്നിൽ കാണുമ്പോഴായിരിക്കും നമ്മൾ കുടിക്കുന്നത്, അല്ലേ? അപ്പം വെള്ളം കുടിക്കണം എന്നുള്ളൊരു ഹാബിറ്റ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കുപ്പി വാങ്ങിച്ച് വെച്ച് നമ്മൾ എവിടെയൊക്കെയാണോ ഇരിക്കാൻ ചാൻസ് ഉള്ളത് അവിടെ എല്ലാം വെള്ളം നിറച്ച് വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ വെള്ളം എടുത്ത് കുടിക്കും. ഇനി നിങ്ങൾക്കൊരു പുതിയ കാര്യം പഠിക്കണം എന്നുള്ളതാണ് എങ്കിൽ, അല്ലെങ്കിൽ ഒരു ബുക്ക് വായിക്കണം എന്നുള്ളതാണെങ്കിൽ, നമ്മൾ കാണത്തക്ക രീതിയിൽ ആ ബുക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതെടുത്ത് വായിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം അതനുസരിച്ച് നമ്മുടെ എൻവയോൺമെൻറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ ഇഷ്ടമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറി എഴുതണം എന്നുള്ള ഒരു പുതിയ ഹാബിറ്റ് കൊണ്ടുവരണം. ഈ ഡയറി എപ്പോഴും പൂട്ടിക്കെട്ടി നമ്മുടെ ഡ്രോയറിനകത്തോ അല്ലെങ്കിൽ അലമാരയ്ക്കകത്തോ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതത്തില്ല. നമ്മൾ കാണുന്ന സ്ഥലത്ത് കൊണ്ട് ഡയറി വെക്കുകയാണ്, ഡയറി ആൻഡ് പെൻ വെക്കുകയാണെങ്കിൽ നമ്മൾ അത് എഴുതാനുള്ള ചാൻസസ് കൂടും. സോ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ, അങ്ങനെ ഒരു എൻവയോൺമെൻറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇനി അടുത്തെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഹാബിറ്റ് സ്റ്റാക്കിങ്, അതായത് ഓൾറെഡി ഉള്ളൊരു ഹാബിറ്റിനോടൊപ്പം പുതിയൊരു ഹാബിറ്റ് അറ്റാച്ച് ചെയ്ത് ഡിഫൈൻ ചെയ്യുക എന്നുള്ളത്. അതിനോടൊപ്പം തന്നെ ചെയ്യാവുന്നൊരു കാര്യമാണ് ടെംപ്ടേഷൻ ബിൽഡിംഗ് എന്ന് പറയും. അതായത് ടെംപ്റ്റ് ചെയ്യിപ്പിക്കുക. നമുക്ക് ഇഷ്ടമുള്ളൊരു ഹാബിറ്റ് നമുക്ക് ഇപ്പം ചെയ്യണം എന്ന് കരുതുന്ന ഹാബിറ്റിന് ശേഷം മാത്രം ചെയ്യുമെന്ന് സെറ്റ് ചെയ്യാം. അതായത് ഇപ്പം നമ്മൾ ഏറ്റവും ഇഷ്ടമുള്ളൊരു ഹാബിറ്റാണ് നമുക്ക് ഫേസ്ബുക്ക് നോക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഫേസ്ബുക്ക് നോക്കുക എന്ന് പറയുന്ന സംഭവം, നമ്മൾ രാവിലെ എണീറ്റ് ഫേസ്ബുക്ക് നോക്കുക എന്ന് പറയുന്ന സംഭവം രാവിലെ എണീറ്റ് അടുക്കള ജോലി തീർത്തതിന് ശേഷം മാത്രമേ ഞാൻ നോക്കത്തുള്ളൂ എന്ന് ഫിക്സ് ചെയ്യാം.
അപ്പോൾ ഈ അടുക്കള ജോലി രാവിലെ തന്നെ കംപ്ലീറ്റ് ചെയ്യാന്ന് പറയുന്ന കാര്യം അങ്ങ് നടക്കുവേ. അതിനുശേഷം മാത്രമേ ഫേസ്ബുക്ക് നോക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഇപ്പം വൈകിട്ട് ഡിന്നർ കഴിക്കുന്നതിന് മുന്നേ തന്നെ 2 പേജ് ഞാൻ ബുക്ക് വായിച്ചിരിക്കും. അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ബുക്ക് വായിച്ചതിന് ശേഷം മാത്രമേ ഞാൻ വൈകിട്ട് ഡിന്നർ കഴിക്കത്തുള്ളൂ. അതായത് പുതിയ ഹാബിറ്റ്, എനിക്ക് ഡിന്നർ കഴിക്കുക എന്നുള്ളത് ഒത്തിരി ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ആ ഇഷ്ടമുള്ള കാര്യം നമ്മൾ ഇപ്പം ചെയ്യണം, ഉണ്ടാക്കിയെടുക്കണം എന്ന് വിചാരിക്കുന്ന ഹാബിറ്റിന് ശേഷം മാത്രമേ ചെയ്യത്തുള്ളൂ എന്ന് ഡിഫൈൻ ചെയ്യാം. ഇതും ഒരു വേ ഓഫ് ഹാബിറ്റ് ബിൽഡിംഗ് ആണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ് നമുക്ക് കൊണ്ടുവരേണ്ടത്. അതായത് ഒരു ഹാബിറ്റ് ഫോം ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മളതിൽ എത്ര ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാമെന്നുള്ളത് ഹാബിറ്റ് സെറ്റായതിനു ശേഷം അല്ലെങ്കിൽ ഹാബിറ്റ് ഫോം ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യണമെന്നേ ഉള്ളൂ. അതിപ്പോൾ എല്ലാ ദിവസവും അരമണിക്കൂർ ചെയ്യണം എന്നുള്ളത് ഞാൻ ചിലപ്പം വിട്ടുപോയി, ഒരു ദിവസം എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു 5 മിനിറ്റ് എങ്കിലും നമ്മൾ ആ ചെയ്യുന്ന ജോലി ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മൈൻഡിൽ അത് രജിസ്റ്റർ ആവും. സോ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാന്നുള്ളതാണ്. എത്ര ചെയ്തു എന്നുള്ളതല്ല, എല്ലാ ദിവസവും നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അതുപോലെ ഈ ബുക്ക് വായിക്കാൻ ആയിട്ടൊരു ഹാബിറ്റ് കൊണ്ടുവരാന്നുള്ളതാണെങ്കിൽ തന്നെ എല്ലാ ദിവസവും നമ്മളൊരു അരമണിക്കൂർ വായിക്കാൻ ഇരിക്കുന്നു എന്നാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. പക്ഷെ ഒരു ദിവസം എനിക്ക് പറ്റുന്നില്ല എങ്കിൽ നമ്മളത് സ്കിപ്പ് ചെയ്ത് പോവല്ല ചെയ്യേണ്ടത്. ഒരു ദിവസം എടുത്തിട്ട് അരമണിക്കൂർ വായിക്കുന്നതിന് പകരം ഒരു പുറമെങ്കിലും വായിച്ചിട്ട് വെക്കാൻ നോക്കുക. കൺസിസ്റ്റൻ്റ് ആയിട്ട് പോയിട്ട് നമ്മൾ ആ ഹാബിറ്റ് ഫോം ചെയ്തെടുക്കുക. ഹാബിറ്റ് ഫോം ചെയ്തതിന് ശേഷം നമുക്ക് അതിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് എങ്ങനെ വേണമെങ്കിലും കൊണ്ടുവരാം. അപ്പോൾ ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ ഇനി ഏറ്റവും മെയിൻ ആയിട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഏത് ഹാബിറ്റ് ആണെങ്കിലും ഒരു ട്രാക്കർ വെക്കുക എന്നുള്ളതാണ്, ഒരു ഹാബിറ്റ് ട്രാക്കർ വെക്കുക എന്നുള്ളതാണ്. അത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നൊരു ഘടകമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ എപ്പോഴും എന്ത് കാര്യം ചെയ്യുവാണെങ്കിലും നമ്മളിപ്പോൾ 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, നമ്മളിപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് എന്ന് അറിയുമ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ട്രാക്ക് പോയേക്കുന്നതെന്ന് നമ്മൾ നോക്കുമ്പം ചിലപ്പോൾ നമ്മൾ മോട്ടിവേറ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നോക്കുമ്പോൾ ഓക്കെ നമ്മൾ സ്കിപ്പ് ചെയ്താണ് പോകുന്നത്, സോ എന്ത് ഇമ്പ്രൂവ്മെൻ്റ് ഇവിടെ കൊണ്ടുവരാം എന്ന് ചിന്തിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 2 രീതിയിലും നമ്മളെ ഇത് ഹെൽപ്ഫുൾ ആണ് ഒരു ഹാബിറ്റ് ട്രാക്കർ വെക്കുന്നത്. നമ്മളെ കൂടുതലും മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹാബിറ്റ് ട്രാക്കർ വെക്കണം എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ തുടക്കം എവിടെ നിന്നായിരുന്നു, ഇപ്പോൾ ഏത് സ്ഥിതിയിലാണ് നിൽക്കുന്നത്, ഇനി എന്ത് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാം എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ഒരു ഹാബിറ്റ് ട്രാക്കർ വേണം. ഹാബിറ്റ് ട്രാക്കറിൻ്റെ കേസ് മാത്രമല്ല, എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ട്രാക്ക് ചെയ്ത് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു സന്തോഷമായിരിക്കും, ഇച്ചിരി കൂടെ മോട്ടിവേറ്റഡ് ആയിരിക്കും. നമ്മൾ എത്ര തന്നെ കൺസിസ്റ്റൻ്റ് ആവാനായിട്ട് ശ്രമിച്ചാലും അറ്റ് എ പോയിന്റ് നമ്മളുടെയൊക്കെ ഫോക്കസ് നഷ്ടമാവാം. നമുക്ക് ആ ഒരു പോകുന്ന ഒരു വഴിയിൽ എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടാവും. ചിലപ്പോൾ നമുക്കൊരു വലിയ അസുഖം വരുന്നു, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടാവുന്നു. അപ്പോൾ നമ്മൾ ഈ പോകുന്ന ഒരു ട്രാക്ക് ഒന്ന് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിലുള്ളൊരു ചിന്തയാണ്, നമ്മൾ പെർഫെക്റ്റ് ആയിട്ടൊരു കാര്യം ചെയ്തില്ല എങ്കിൽ നമ്മളുടെ ഒരു മോട്ടിവേഷൻ അങ്ങ് നഷ്ടപ്പെടും, അല്ലെങ്കിൽ നമ്മളൊരു ഡൗൺ ആയി പോവും. ഞാൻ ഇത്രയിടം വരെയൊക്കെ എത്തിച്ചിട്ട് എനിക്കിനി മുന്നോട്ട് പോകാൻ ഒത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ചിലപ്പം നമ്മൾ ഇതുവരെ വർക്ക് ചെയ്ത് വന്നൊരു കാര്യം നമ്മൾ ഇടയ്ക്ക് വെച്ച് നിർത്തി പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അങ്ങനല്ല. പെർഫെക്ഷൻ എല്ലായിടത്തും നമ്മൾ നോക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒന്നിലും അങ്ങോട്ട് കംപ്ലീറ്റ് ആകത്തില്ല. കാരണം നമ്മളെല്ലാം മനുഷ്യരാണ്, നമുക്ക് പെർഫെക്ഷനോടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുമെന്ന് വാശി പിടിക്കാൻ ഒക്കത്തില്ല. സോ നമ്മൾ പോകുന്ന ഒരു വഴിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഹോൾട്ട് ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു എങ്കിൽ എത്രയും പെട്ടെന്ന് ആ ഒരു എമർജൻസിക്ക് ശേഷം എത്രയും പെട്ടെന്ന് ബൗൺസ് ബാക്ക് ചെയ്യുക എന്നുള്ളതാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ ചെയ്യേണ്ട ഒരു കാര്യം. അല്ലെങ്കിൽ സക്സസ് വേണമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ ചെയ്യേണ്ട കാര്യം എത്രയും പെട്ടെന്ന് ബൗൺസ് ബാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ എവിടെ വെച്ച് നിർത്തിയോ അവിടുന്ന് പിന്നെയും സ്റ്റാർട്ട് ചെയ്ത് പോവാം. പെർഫെക്ഷൻ എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിത് പോസിബിൾ ആകത്തില്ല. എല്ലാം പെർഫെക്റ്റ് ആയിട്ടേ ചെയ്യത്തുള്ളൂ എന്ന് മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ ആ ഒരു കാര്യം ഒന്ന് നോട്ട് ഡൗൺ ചെയ്തേക്കുക. എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് നമുക്കത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ബൗൺസ് ബാക്ക് ചെയ്യുക തന്നെ വേണം. എല്ലാ ദിവസവും ചെറിയ ചെറിയ സ്റ്റെപ്പ് വെച്ചിട്ട് ഒരു വലിയ ട്രാൻസ്ഫോർമേഷനിലേക്ക് എത്തുക എന്നുള്ളത് ലക്ഷ്യമാക്കിയിട്ട് അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന ഒരു ബുക്കിൽ എഴുതിയിരുന്ന പോയിന്റ്സ് ആണ് ഞാൻ ഇപ്പം നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തത്.
അതായത് പുതിയ ഹാബിറ്റ്സ് ഫോം ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ല ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ബുക്ക് വായിച്ചു നോക്കുക. ഞാനത് ഇപ്പോൾ എൻ്റെ ഒരു ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളാണ്. വളരെ ചെറിയ രീതിയിലാണ് നോക്കുന്നത്. ഒരിക്കലും ഒരു ഒറ്റ കുതിപ്പിന് എത്തത്തക്ക രീതിയിലല്ല ഹാബിറ്റ് ഫോം ചെയ്യേണ്ടത്. ഹാബിറ്റ് ഫോം ചെയ്യണമെങ്കിൽ അത് കൺസിസ്റ്റൻസി ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതും ചെറിയ ചെറിയ സ്റ്റെപ്പ് വെച്ച് പോയാൽ മതി. അപ്പോൾ എനിക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കുറച്ചും കൂടെ ഡീപ്പായിട്ട് അതിനെപ്പറ്റി അറിയണം, മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അറ്റോമിക് ഹാബിറ്റ് ബൈ ജെയിംസ് ക്ലിയർ, അതാണ് ആ ബുക്കിൻ്റെ ഓഥറിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.